ഹായ് ഫ്രണ്ട്സ്, ഈ കഴിഞ്ഞ ദിവസമാണ് പേരാമ്പ്ര ചെറുവണ്ണൂരിൽ നിന്നും കക്കറമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴി 6 മാസം പ്രഗ്നൻ്റായ ഒരു യുവതി കാറിൽ വെന്തു മരിച്ച വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്തിരുന്നു. അതിൽ വളരെ വ്യക്തമായിട്ട് പോലീസ് പറഞ്ഞിരുന്നു, യാതൊരു കാരണവശാലും കാറിൻ്റെ എന്തെങ്കിലും തകരാറ് കൊണ്ടോ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് കൊണ്ടോ ഒന്നും തന്നെ അല്ല കാറിന് തീ പിടിച്ചത്. കാരണം അതിൻ്റെ ബോണറ്റിലേക്കോ അതിൻ്റെ എഞ്ചിനിലേക്കോ ഒന്നും തന്നെ തീ പടർന്നിരുന്നില്ല എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അതിനുശേഷം ഫോറൻസിക് വിഭാഗം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, കാറിൻ്റെ അപകട കാരണം വണ്ടിൻ്റെ അകത്തുള്ള പെട്രോൾ കൊണ്ടാണ് എന്ന് തന്നെയായിരുന്നു കണ്ടെത്തിയത്. ആ നിഗമനത്തിൻ്റെ പുറത്താണ് പോലീസ് വളരെ വലിയ ഒരു അന്വേഷണം നടത്തുന്നു. അതിനുശേഷം സോന എന്ന് പറയുന്ന ഈ രജിൻ ലാൽ എന്ന് പറയുന്ന ഈ ഡ്രൈവറുടെ ഭാര്യ ഒരു പെട്രോൾ പമ്പിൽ നിന്നും കെന്നാസിൽ പെട്രോൾ വാങ്ങി വരുന്ന ഒരു CCTV ഫുട്ടേജ് പോലീസിന് കിട്ടുന്നു. ആ CCTV ഫുട്ടേജ് സോനയുടെ കുടുംബക്കാരെ കാണിച്ചതിന് ശേഷം അവർ തന്നെയാണ് അത് വാങ്ങിയത് എന്ന് ഉറപ്പുവരുത്തുന്നു. അതിനുശേഷമാണ് ഈ കാര്യത്തിലെ ഒരു ക്ലൈമാക്സിലേക്ക് പോലീസിന് പോകാൻ വേണ്ടി സാധിച്ചത്. ആ ക്ലൈമാക്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പോലീസ് പറയുന്നുണ്ട്, ഇത് സ്വയം വരുത്തി വെച്ച ഒരു അപകടം തന്നെയാണ് എന്ന് അവർ അതിലേക്ക് എത്തുകയായിരുന്നു. ആ സമയത്ത് വണ്ടി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ രജിൻ ലാൽ എന്ന് പറയുന്ന അവരുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് എത്താൻ സ്ഥലത്ത് വെച്ചായിരുന്നു ഇത്തരത്തിൽപ്പെട്ട ഒരു അപകടമുണ്ടായത്. അവിടെ വെച്ച ഭാഗികമായിട്ട് ഏകദേശം 65% പൊള്ളലേറ്റ രജിൻ ലാൽ ഉടനെ തന്നെ അടുത്തുള്ള ഒരു തോട്ടിലേക്ക് എടുത്തു ചാടി ജീവൻ രക്ഷിക്കുകയായിരുന്നു. അവിടെയുള്ള നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ട് തന്നെയാണ് രജിൻ ലാലിനെ നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി സാധിച്ചതും അതുപോലെ തന്നെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സാധിച്ചതും. അതിനുശേഷം അപകടനില തരണം ചെയ്യുമെന്ന് തോന്നിയ സന്ദർഭം തന്നെയായിരുന്നു കടന്നു വന്നിരുന്നത്. എല്ലാവരും രജിൻ ലാലിൻ്റെ കുടുംബക്കാർ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെ പോലീസ് തീർച്ചയായിട്ടും ഇതിലൊരു വ്യക്തത വരുത്തണം എന്നതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് പോയി മൊഴി എടുക്കുകയും ചെയ്തു. ആ സമയത്ത് രജിൻ ലാൽ കൊടുത്ത മൊഴിയും ഇപ്രകാരമായിരുന്നു, ഞാൻ വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽപ്പെട്ട ഒരു അപകടം ഉണ്ടായത് എന്നും ആ സമയത്ത് എന്തോ ഒരു സ്മെല്ല് എനിക്ക് അനുഭവപ്പെട്ടു എന്നും ആ സ്മെല്ല് ഒരു പെട്രോളിൻ്റെതായിരുന്നു. എന്താണ് പെട്രോൾ മണക്കുന്നത് എന്ന് എൻ്റെ ഭാര്യയായ സോനയോട് ഞാൻ ചോദിച്ച സമയത്തായിരുന്നു പെട്ടെന്ന് തന്നെ തീ ആളിപ്പടർന്നത്. ആ സമയത്ത് എനിക്ക് സോനയെ രക്ഷിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചാടിയത് എന്നും അപ്പോൾ വലിയൊരു സ്ഫോടന സൗണ്ട് ഞാൻ കേട്ടു എന്നാണ് രജിൻ ലാൽ പോലീസിന് കൊടുത്ത മൊഴി. അത് തന്നെ ശരിവെക്കുന്ന രീതിയിലായിരുന്നു ഈ കഴിഞ്ഞ ദിവസം പോലീസിൻ്റെ റിപ്പോർട്ടും. പോലീസ് പറഞ്ഞിരുന്നു, ഇത് കരുതിക്കുട്ടിയുള്ള ഒരു ആത്മഹത്യ തന്നെയാണ് എന്നും അല്ലാതെ രജിൻ ലാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ മരണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് കേരള പോലീസ് പറഞ്ഞിരുന്നു. ആ സമയത്തും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ സോനയുടെ കുടുംബക്കാർ പറഞ്ഞിരുന്നു, ഞങ്ങൾ നീതിക്ക് വേണ്ടി പോരാടും. ഒരു സമയത്തും ഒരു കാലത്തും തീർച്ചയായിട്ടും സോന എന്ന് പറയുന്ന കുട്ടി അത്തരത്തിൽപ്പെട്ട ഒരു പ്രക്രിയ ചെയ്യുകയില്ല എന്നും അവളുടെ വയറ്റിൽ ഏകദേശം 6 മാസം കഴിഞ്ഞ ഒരു കുട്ടി വളരുന്നുണ്ട്, അതുകൊണ്ട് സ്വന്തം അത്തരത്തിൽപ്പെട്ട ഒരു പ്രക്രിയ ചെയ്യില്ല എന്ന് തന്നെയായിരുന്നു ഉറച്ച് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അസ്ഥാനത്താക്കിക്കൊണ്ട് നമ്മുടെ 65% പൊള്ളലേറ്റ ആദ്യം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സോന മരണപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ രജിൻ ലാൽ എന്ന് പറയുന്ന ഇതിലെ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തി ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ വെച്ച മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ള സങ്കടകരമായ ഒരു വാർത്തയാണ്. ഇനി ആക്ഷേപങ്ങൾക്കും അതുപോലെ തന്നെ ഇതിനൊന്നും യാതൊരു സ്ഥാനവുമില്ല. അദ്ദേഹം 65% പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തിയത് ഞാൻ പറഞ്ഞതുപോലെ വെന്റിലേറ്റർ സഹായം കൊണ്ടായിരുന്നു. എന്നാൽ ഇന്ന് 5:30 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു എന്നുള്ള സങ്കടകരമായ ഒരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ആത്യന്തികമായിട്ട് സോന പോയ അതേ സ്ഥലത്തേക്ക് തന്നെ ഇപ്പോഴും തീർച്ചയായിട്ടും ഈ രജിൻ ലാൽ എന്ന് പറയുന്ന അവരുടെ ഭർത്താവും കൂടി പോയിരിക്കുകയാണ്. എന്ത് തന്നെയാണോ സോന ആ ഒരു അപകടം കൊണ്ട് ഉദ്ദേശിച്ചത്, തീർച്ചയായിട്ടും അത് നിറവേറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അവരുടെ കുടുംബത്തിൻ്റെ തീർച്ചയായും അഗാധമായ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുകയാണ്. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്കൊന്ന് കാണാം. മെയ് 16 പേരാമ്പ്ര ചെറുവണ്ണൂർ കക്കറമുക്കിൽ രാത്രി 9 മണിയോടെ കാറിന് തീപിടിച്ചാണ് രജിൻ ലാലിന് പൊള്ളലേറ്റത്. 65% പൊള്ളലേറ്റ ഇദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് വൈകിട്ടോടെയാണ് ഇദ്ദേഹം മരിച്ചത്. ഈ അപകടത്തിൽ വലിയ ദുരൂഹതകൾ ഉയർന്നിരുന്നു. അതായത് ഈ അപകടം നടക്കുന്ന സമയത്ത് അതായത് ഈ കാർ ഓടിച്ചിരുന്നത് രജിൻ ലാലാണ്. രജിൻ ലാലിൻ്റെ ഭാര്യ അതായത് 6 മാസം ഗർഭിണിയായ ഭാര്യ സോന കാറിൻ്റെ പിൻസീറ്റിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് പിൻസീറ്റിലാണ് പെട്ടെന്ന് തീ പടർന്നതും പെട്ടെന്ന് വലിയ സ്ഫോടനം രൂപത്തിലുള്ള പൊള്ളൽ തീ ഉയരുകയും ചെയ്തത്. ഈ സമയം കാറിനുള്ളിൽ നിന്ന് രജിൻ ലാൽ പുറത്തേക്ക് ഇറങ്ങി തൊട്ടടുത്ത തോട്ടിലേക്ക് ഓടിയാണ് അദ്ദേഹത്തെ തീ
കെടുത്തിയത്. എന്നാൽ ഈ സമയം കാറിനുള്ളിൽ സോന ഉണ്ടായിരുന്നു. സോന അന്ന് വെന്തു മരിക്കുകയായിരുന്നു. പിന്നീട് സോനയുടെ ബന്ധുക്കളടക്കം ഇക്കാര്യത്തിൽ ഈ തീപിടുത്തത്തിൽ ചില ദുരൂഹതകൾ പറയുകയുണ്ടായി. ഇതോടെ പോലീസും അതുപോലെ തന്നെ ഫോറൻസിക് വിഭാഗവും പരിശോധന നടത്തിയപ്പോൾ കാറിൻ്റെ മുൻഭാഗത്തോ അതേപോലെ ബോണറ്റിൻ്റെ അടുത്തേക്കോ അതുപോലെ പെട്രോൾ ടാങ്കിൻ്റെ അടുത്തേക്കോ ഒന്നും തീ വന്നതായി സൂചനകൾ ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് കാറിൻ്റെ പിൻസീറ്റിൽ മാത്രം തീ പിടിച്ചത് എന്ന ചില ദുരൂഹതകൾ വന്നു. ഇക്കാര്യത്തിൽ വലിയ അന്വേഷണം നടക്കുന്നതിനിടെയാണ് സോന ഒരു പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങി പോകുന്ന ഒരു CCTV ദൃശ്യം പോലീസിന് ലഭിച്ചു. ഇതോടെ ആത്മഹത്യ എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയായിരുന്നു. ഇക്കാര്യത്തിൽ വലിയ ദുരൂഹത തുടരുന്നതിനിടെയാണ് ഇന്ന് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുന്ന രജിലാൽ മരിച്ചത്. സോനയുടെയും രജിലാലിൻ്റെയും ജീവിതത്തിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇത്തരത്തിൽപ്പെട്ട വലിയൊരു ആക്രമണത്തിലേക്ക് പോയത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് തന്നെയാണ് അപകടമുണ്ടാക്കിയത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കരുതിക്കൂട്ടി തന്നെയാണ് സോന സ്വയം മരിക്കാനും അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ രജിലാലെയും തീർച്ചയായിട്ടും കൊല്ലാൻ വേണ്ടി തന്നെയാണ് അത്തരത്തിൽപ്പെട്ട ഒരു അത്തരത്തിൽപ്പെട്ട ഒരു അപകടം ഉണ്ടാക്കിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് പെട്രോൾ തീർച്ചയായിട്ടും ക്യാനിൽ വാങ്ങി സൂക്ഷിച്ചതും അതിന് തീ കൊളുത്തിയതുമെല്ലാം നമ്മുടെ സോനയാണ് എന്ന് തന്നെയാണ് ഏകദേശം പോലീസിൻ്റെ ഒരു അനുമാനം. തീർച്ചയായിട്ടും അത് ശരിവെക്കുന്നത് തന്നെയാണ് ഇപ്പോൾ തീർച്ചയായിട്ടും രജിലാലിൻ്റെ മരണവും കൂടി സംഭവിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ ഒരു കാര്യത്തിൽ പങ്കില്ല എന്ന് തന്നെയാണ് പോലീസ് ഏതായാലും കണ്ടെത്തിയിരുന്നത്. അത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ 2 പേർക്കും തീർച്ചയായിട്ടും മരണം തന്നെ സംഭവിച്ചിരിക്കുകയാണ്. 2 കുടുംബങ്ങൾക്കും അഗാധമായ സങ്കടവും അതുപോലെ തന്നെ നഷ്ടവും വന്നിരിക്കുകയാണ്. എന്ത് തന്നെയാണോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സോന എന്ന് പറയുന്ന സഹോദരി തീരുമാനിച്ച് നടപ്പിലാക്കാൻ വേണ്ടി ആഗ്രഹിച്ചത് അത് തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് സാരം. തീർച്ചയായിട്ടും ഇനി അന്വേഷണം കൊണ്ടും ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ടും യാതൊരു പ്രയോജനവുമില്ല. 2 കുടുംബങ്ങൾക്കും അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള സങ്കടകരമായ ഒരു വാർത്തയാണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ വലുതാക്കി ഇത്തരത്തിൽപ്പെട്ട വലിയൊരു അപകടത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം തീർച്ചയായിട്ടും 2 മേശയ്ക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ പറഞ്ഞു തീർക്കുക. അതുമല്ല നിങ്ങൾക്ക് യാതൊരു കാരണവശാലും ഈ ബന്ധവുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പിരിയുന്നതാണ് ഈ മരണമെന്ന് പറയുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ എന്നുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അത്തരത്തിൽപ്പെട്ട ഒരു അബദ്ധം തീർച്ചയായിട്ടും സോന ആഗ്രഹിച്ചിരുന്നു. കാരണം ഇതിൻ്റെ മുന്നേ തന്നെ അദ്ദേഹത്തിന് പരസ്ത്രീ ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാൻ വേണ്ടി ഒരു പ്രാവശ്യം പോയ ആളാണ് സോന. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു മാനസികാവസ്ഥ അവരിൽ നിന്ന് വിട്ടുപോയിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അത് തന്നെയാണ് ആത്യന്തികമായിട്ട് ഈ കാറിന് തീയിടുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്ന് തന്നെയാണ് ഇപ്പോൾ ഒരു അനുമാനം. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിന്നും ഈ ഒരു തീർച്ചയായിട്ടും ഒരു അപാകത ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. വരും ദിവസങ്ങൾ ഇതുമായിട്ടുള്ള തീർച്ചയായിട്ടും പൂർണ്ണ വിവരം പോലീസിൻ്റെ പക്കത്തിൽ നിന്നും പുറത്തു വരുന്നതായിരിക്കും. ഏതായാലും അവസാനമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ പൊള്ളലേറ്റ് 65% കോഴിക്കോട് മെഡിക്കൽ ഹോസ്പിറ്റലിൽ കഴിഞ്ഞിരുന്ന രജിലാൽ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ മരണത്തോട് തീർച്ചയായിട്ടും മരണപ്പെട്ടിരിക്കുകയാണ്. ആത്യന്തികമായിട്ട് ഇനി കേസ് തെളിഞ്ഞാലും ഇല്ലെങ്കിലും 2 കുടുംബത്തിനും നഷ്ടങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഏതെങ്കിലും ദമ്പതിമാർക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് പറഞ്ഞു തീർക്കണം. അതും പറ്റില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിഞ്ഞു പോകുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും ബെറ്റർ ചോയ്സ്. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.